ഗ്ലാസ് ചെയ്യുന്നതുകൊണ്ട് ലീക്കേജ് ആണോ നിങ്ങളുടെ പ്രശ്നം? ഇന്ന് അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ആകാശ അഗസ്ത്യൻ. ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് നമ്മൾ പല പർപ്പസുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സ്കൈലേക്ക് ഉപയോഗിക്കാറുണ്ട്, ഫിക്സഡിന് ഉപയോഗിക്കാറുണ്ട്, ഇതിന് അക്വേറിയത്തിന് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ചില്ല് വരെ ഗ്ലാസ് ആണ്. അങ്ങനെ ഗ്ലാസ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും ഫിക്സഡ് ഗ്ലാസുകളും സ്കൈലൈറ്റുകളും അക്വേറിയം ഇതൊക്കെ വരുമ്പോൾ ഇതെല്ലാം സീൽ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സീൽ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സിലിക്കോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സിലിക്കോൺസ് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും പല വ്യത്യസ്ത കോസ്റ്റുകൾ. ഇന്നിപ്പോ ഞാൻ അതേപറ്റി കുറച്ച് സിലിക്കോണിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പരിചയപ്പെടുന്നത്. ഒരു ബ്രാൻഡിനെയും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും എന്തൊക്കെ ടൈപ്പ് ഓഫ് സിലിക്കോൺസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ എന്നുള്ളതിനെ മാത്രമാണ് ഞാൻ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ സിലിക്കോണിൽ തുടങ്ങാം. ഇതിൽ നമ്മളിവിടെ കാണാൻ നിങ്ങൾക്ക് GP എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ജനറൽ പർപ്പസ്. അതായത് നമ്മളൊരു വീടൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ വീടിനകത്ത്, അതായത് ഇന്റീരിയർ പാർട്ടിലേക്ക് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സിലിക്കോൺസ് യൂസ് ചെയ്യാം. ഈവൻ അത് ഗ്ലാസ്സിലാണെങ്കിൽ പോലും വീടിനകത്ത് നമുക്കൊരു പാർട്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഹാളിലോ അല്ലെങ്കിൽ ലിവിംഗ് ഏരിയയൊക്കെ നമുക്കൊരു പാർട്ടീഷൻ ഉണ്ട്. ഗ്ലാസ് ടു ഗ്ലാസ് ജോയിന്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ സിലിക്കോൺസ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അലുമിനിയം ഫ്രെയിമോ UPVCയോ ഏത് ഫ്രെയിമോ ആയിക്കോട്ടെ, ഭിത്തിയുമായിട്ട് നമുക്ക് സിലിക്കോൺ ചെയ്യണം, ഈ ജനറൽ പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് GP എന്ന് പറയുന്ന സിലിക്കോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ഈ സിലിക്കോൺ നമ്മൾ എന്ത് ചെയ്യരുത്? എക്സ്റ്റീരിയർ പർപ്പസിലേക്ക് ഒരു രീതിയിലും യൂസ് ചെയ്യാൻ പാടില്ല. അത് ഗ്ലാസ് എന്ന് മാത്രമല്ല, നമ്മൾ ഷീറ്റിടല്ലേ, ഷീറ്റ് ഇടുമ്പോൾ ഷീറ്റിൽ നിന്ന് ലീക്ക് വരാറില്ലേ? പോളികാർബൺ ഇടല്ലേ, പോളികാർബൺ ഷീറ്റിൽ നിന്ന് ലീക്ക് വരാറില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കോണിന്റെ പ്രശ്നം. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീക്ക് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു സിലിക്കോൺ നമ്മൾ മെയിൻലി യൂസ് ചെയ്യേണ്ടത് അകത്താണ്. ഇനി ഈ ജനറൽ പർപ്പസ് സിലിക്കോൺ GP എന്ന് പറയുന്ന സിലിക്കോൺ പുറത്ത് യൂസ് ചെയ്താൽ അതും കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. അതായത് ഈ സിലിക്കോൺ നല്ലൊരു വേനൽക്കാലത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 വീക്സ്, ഒരു 1 മന്ത് വെച്ചോളൂ. 1 മന്ത് കഴിയുമ്പോഴേക്കും ഈ സിലിക്കോൺ അടിച്ചെടുത്ത് ക്രാക്കുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇങ്ങനെ വിണ്ട് കീറി പോകുന്നത്. കാരണം ഇതിന് അത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് പുറമേ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വെയിലടിക്കുന്ന ഏരിയകളായിരിക്കും. അപ്പോഴെന്താവും സംഭവിക്കാന്ന് വെച്ചാൽ ഈ സിലിക്കോണിൽ ക്രാക്ക് വരും. അപ്പോൾ എപ്പോഴും ജനറൽ പർപ്പസ് എന്ന് പറയുന്ന സിലിക്കോൺ നമ്മൾ വീടിനകത്തുള്ള പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഗ്ലാസ്സിനായാലും വേറെ എന്ത് മെറ്റീരിയലിലായിരുന്നുണ്ടെങ്കിലും നമ്മൾ ജനറൽ പർപ്പസ് സിലിക്കോൺസ് കൂടുതലും യൂസ് ചെയ്യുന്നത് വീടിനകത്താണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വീടിന് പുറത്ത് ഏത് ടൈപ്പ് ഓഫ് സിലിക്കോൺ ആണ് യൂസ് ചെയ്യാന്നുള്ളതല്ലേ? വീടിന് പുറത്ത് ഇപ്പോൾ ഞാൻ ഗ്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ അതിനെ പറ്റിയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലാസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് വെതർ പ്രൂഫ് സിലിക്കോൺ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതെടുക്കുന്ന സമയത്ത് കാണാം, ഇതിൽ ഇവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് വെതർ പ്രൂഫ് സിലിക്കോൺ. ഈ ഒരു വെതർ പ്രൂഫ് സിലിക്കോൺ എഴുതിയ സിലിക്കോൺസ് മാത്രമാണ് നിങ്ങൾ പുറത്ത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1-2 ഇപ്പോൾ ഒരു ബോസിന്റെ സിലിക്കോൺ ഉണ്ട്, അതുപോലെ 789 ഉണ്ട്, 999 ഉണ്ട്, സെൻഗോബെയർ ഉണ്ട്. ഞാൻ ഇന്ന ബ്രാൻഡിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് ക്വാളിറ്റി ഏതായ നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് തീർച്ചയായിട്ടും അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വെതർ പ്രൂഫ് ആയിരിക്കണം. അതാണ് നമുക്ക് മസ്റ്റായിട്ടും വേണ്ടത്. അപ്പോൾ ഈ ഒരു സിലിക്കോൺ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 2 ദിവസം വരെ എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്കൈലൈറ്റ് എക്സാമ്പിൾ പറയണം. ഒരു 10 mm ക്ലിയറൻസ് ഗ്ലാസ് ടു ഗ്ലാസ് നമ്മൾ ഇടുകയാണെങ്കിൽ ആ ഒരു ക്ലിയറൻസിലേക്ക് നമ്മൾ ഈ സിലിക്കോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഡേ പോലെ ഒരു 2 ദിവസമെങ്കിലും എടുക്കും അത് പ്രോപ്പറായിട്ട് ഉണങ്ങാനായിട്ട്. അതായത് നമ്മൾ മുകളിലത്തെ ലെയർ നമ്മൾ തുറന്ന സമയത്ത് നല്ല കട്ടിയായിട്ടുണ്ടാവും, പക്ഷെ ഇതിനകത്ത് തുടങ്ങി വരാൻ 2 ദിവസമെങ്കിലും എടുക്കും. അതാണ് ക്വാളിറ്റിയുള്ള സിലിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടൈം എടുത്താണ് ഈ സിലിക്കോൺ ഉണങ്ങുന്നതായിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമില്ല. നമ്മൾ GP ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വിണ്ട് കീറി ക്രാക്കുകൾ വരുന്ന പ്രശ്നം. അതിന് ഈ സിലിക്കോൺ ആ ഒരു പ്രശ്നം നമുക്ക് ഈ വെതർ പ്രൂഫ് സിലിക്കോൺ ചെയ്യുന്ന സമയത്ത് വരില്ല. ബട്ട് ഇത് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഭിത്തിയുമായിട്ടുള്ള പെയിന്റ് പൊളിഞ്ഞു പോയിരുന്നത്. കാരണം വെതർ പ്രൂഫ് സിലിക്കോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2 ദിവസമെങ്കിലും എടുക്കും ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ എത്രത്തോളം വെയിൽ കൊള്ളുന്നോ അത്രത്തോളം ഇതിന്റെ കട്ടി കൂടി വരികയാണ്. അങ്ങനെ കട്ടി കൊള്ളുന്ന സമയത്ത് നമ്മൾ ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പെയിന്റിനെ പൊളിച്ചുകൊണ്ട് പോകും. അങ്ങനെ പൊളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിലിക്കോണിന്റെ പ്രശ്നമല്ല. സിലിക്കോൺ ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ പെയിന്റ് പൊളിഞ്ഞു പോകുന്നത്. പക്ഷെ അവിടെ ഏതാണ് ക്വാളിറ്റി പോയത്? പെയിന്റിന്റെ ക്വാളിറ്റിയാണ് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ നെഗറ്റീവ് സൈഡ് വരുന്ന ഏരിയകൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഷീറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അതാണ് ഭിത്തിയിലേക്ക് പോയി മുട്ടി നിൽക്കുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പെയിന്റിങ് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം അവിടെ വരില്ല. ഇനി ഈ വെതർ പ്രൂഫ് സിലിക്കോണിലേക്ക് വരുന്ന സമയത്ത്
ഇപ്പോൾ ഇതിന്റെ ഒരു കളർ ഇവിടെ ഇത് ലൈറ്റ് ഗ്രേ ആണ്, ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഗ്രേ എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞായിട്ട് കാണാൻ പറ്റും. കാരണം ചില വീടുകളിലൊക്കെ ഇന്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ആയിട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ആ വീടിന്റെ കളറിനോട് മാച്ച് ആയിട്ട് പോകുന്ന രീതിയിലുള്ള സിലിക്കോൺസ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഇത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇപ്പൊ അടിയിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് പോലെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സിലിക്കോൺ എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്. ഇത് ക്ലിയർ സിലിക്കോൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്നത് ക്ലിയർ ആണ് സിലിക്കോൺ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ ഏരിയക്ക് അനുസരിച്ച് അത് മാറും. അപ്പൊ നമ്മളൊരു ബ്ലാക്ക് ആണ് കംപ്ലീറ്റ് നമ്മുടെ ഫ്രെയിംസ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് സിലിക്കോൺ കൊടുക്കാം. ഗ്രേ ആണ് നമ്മുടെ ഫ്രെയിംസ്, നമ്മുടെ എക്സ്റ്റീരിയർ ലുക്ക് കഴിഞ്ഞാൽ ഗ്രേ കൊടുക്കാം. ഇല്ല നമുക്ക് നമ്മുടെ കളർ ഇതൊന്നുമല്ല, വേറൊരു കളറാണ് വരുന്നത്, അപ്പൊ നമുക്ക് നമ്മുടെ സിലിക്കോൺ ഒരുപാട് അങ്ങനെ എടുത്ത് കാണണ്ട എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിയറിലേക്ക് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് സെൻഗോബയിലെ തന്നെ നമുക്ക് വെതർപ്രൂഫ് സിലിക്കോൺസ് അവൈലബിൾ ആണ്. സെൻഗോബയിന്റെ ലോഗോയും കാര്യങ്ങളെല്ലാം വെച്ച് അവരുടെ ജനറൽ പർപ്പസ്, അതുപോലെ തന്നെ വെതർപ്രൂഫ് ഈ സിലിക്കോൺസ് ഒക്കെ ഇതേപോലെ കളേഴ്സും എന്തോ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിക്കോൺസ് ചെയ്യുന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, നമുക്ക് ബ്ലാക്ക് ഫ്രെയിമിന് ബ്ലാക്ക് സിലിക്കോൺ കൊടുക്കാം, ഗ്രേക്ക് ഗ്രേ കൊടുക്കാം. എന്നാൽ നമ്മുടെ വീടിന്റെ കളർ ഇത് രണ്ടുമല്ല, വേറൊരു കളറാണ് എന്നെ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്ലിയർ കൊടുക്കാം. ക്ലിയർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും അവിടെ അത് അറിയും. കാരണം ആ ഒരു ക്ലിയറൻസിൽ നമ്മൾ ആ സിലിക്കോൺ ചെയ്യുന്ന സമയത്ത് ഒന്നിലെ ഫിക്സഡ് ഗ്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൈലൈറ്റ് ആയിരിക്കാം. അപ്പൊ അത് എടുത്ത് അറിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണണ്ട, എനിക്ക് ആ പെയിന്റിന്റെ അതേ ഫിനിഷിങ് അല്ലെങ്കിൽ അതേ കളറിൽ തന്നെ പോകണം എന്നുണ്ടെങ്കിൽ അതിനുമുണ്ട് സൊല്യൂഷൻ. ബോസിന്റെ തന്നെ 354 എന്ന് പറയുന്ന ഒരു സിലിക്കോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഈ ഒരു കമ്പനിക്ക് മാത്രമല്ല പല കമ്പനിക്കും അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സിലിക്കോണിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിലിക്കോണിന്റെ മുകളിൽ പെയിന്റ് പിടിക്കും. ഇപ്പൊ ഞാൻ ഈ വെച്ചിരിക്കുന്ന സിലിക്കോൺസിന്റെ ഒന്നും മുകളിൽ പെയിന്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിടിക്കില്ല. ആ പെയിന്റ് എന്താവും, പൊളിഞ്ഞു പോയി. അല്ലെങ്കിൽ ആ പെയിന്റ് ഇങ്ങനെ എന്താ നമ്മൾ ചേമ്പലയിൽ വെള്ളം ഒഴിക്കില്ലേ, അതേപോലെ നിൽക്കും. പക്ഷെ ഈ സിലിക്കോണാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റീരിയർ കളർ ഏതാണോ ആ കളർ ഈ സിലിക്കോണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഭിത്തി പോലെ തന്നെ ഇരിക്കും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് ആക്ച്വലി ഈ ഒരു സിലിക്കോൺ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ സിലിക്കോൺ യൂസ്ഫുൾ ആയിരിക്കും. കാരണം പല ഏരിയകളിലും ഇപ്പൊ നമ്മളൊരു വിൻഡോസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പല ഭിത്തികളും ചിലപ്പോൾ ഒരു ഹൈറ്റിലും അല്ലെങ്കിൽ വിത്തിലൊക്കെ 2 സെന്റിമീറ്റർ വരെ വ്യത്യാസം വരാറുണ്ട്. ഈ 2 സെന്റിമീറ്റർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തേപ്പ് കഴിഞ്ഞ ഭിത്തി വീണ്ടും പൊട്ടിയിടാൻ പറ്റും, അല്ലെങ്കിൽ തേക്കാൻ പറ്റും, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സിലിക്കോൺ അടിച്ച് ഫില്ല് ചെയ്യാനല്ലാതെ വേറെ ഒരു വഴിയില്ല. പക്ഷെ സിലിക്കോൺ അടിച്ച് ഫില്ല് ചെയ്താലോ ഈ സാധനം ഒട്ട് കാണുകയും ചെയ്യും. അങ്ങനെ വരുന്ന ഏരിയകളിൽ ഈ ടൈപ്പ് ഓഫ് സിലിക്കോൺ ആണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പെയിന്റും കൂടെ ടച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാപ്പ് അറിയാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു സിലിക്കോണിന്റെ പുതിയ പ്രൊഡക്റ്റ് വന്നതിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ 789 ഇതും നമുക്ക് വെതർപ്രൂഫ് സിലിക്കോൺ തന്നെയുണ്ട്. ഇവിടെ ഒരു വലിയ അക്ഷരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് വെതർപ്രൂഫ് സീലന്റ് എന്ന് പറഞ്ഞിട്ട്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളൊരു സിലിക്കോൺ വാങ്ങുന്ന സമയത്താണെങ്കിലും നമ്മുടെ സൈറ്റിൽ ഒരാൾ വന്നിട്ട് ഒരു വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് സിലിക്കോണാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് തീർച്ചയായിട്ടും ആസ് എ കസ്റ്റമർ നിങ്ങൾക്കുണ്ട്. ആ ഒരു സിലിക്കോണിന്റെ ക്വാളിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മഴക്കാലം വരുമ്പോൾ നിങ്ങൾ തന്നെ കഷ്ടപ്പെടും. കാരണം ഈ ലീക്കും കാര്യങ്ങളും വന്ന് ആർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അത് വരാതിരിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് വരുന്ന ഈ സിലിക്കോൺ എന്ന് പറഞ്ഞാൽ ഫെവിക്കോളിന്റെ തന്നെ സിലിക്കോൺ ആണ്. ഇത് ആക്ച്വലി നമുക്ക് കൂടുതലും നമ്മുടെ മിറേഴ്സ് ഒട്ടിക്കുക അങ്ങനെയുള്ള ഏരിയകളിലേക്കൊക്കെയാണ്. പിന്നെ ടൈൽസ്, നമുക്കിപ്പോൾ ഒരു ചെറിയൊരു വാൾ കുറച്ച് ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫെവിക്കോളിന്റെ സിലിക്കോൺ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മിറേഴ്സ് ഒട്ടിക്കുക അങ്ങനെയൊക്കെ ടൈപ്പിലേക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സിലിക്കോൺ. പിന്നെ നമുക്ക് ബോസിന്റെ തന്നെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു സിലിക്കോൺ വരുന്നുണ്ട്. ഇത് ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്വേറിയം പർപ്പസുകൾക്കാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പറഞ്ഞ സിലിക്കോണുകൾ ഒന്നുമല്ല നമുക്കൊരു അക്വേറിയം ഉണ്ടാക്കണമെങ്കിൽ അടിക്കേണ്ടത്. അക്വേറിയത്തിന് വരെ സെപ്പറേറ്റ് അടിക്കാനായിട്ട് സിലിക്കോൺ തന്നാൽ പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് എന്താണ്, ഇതിൽ ഒന്നുകിൽ GP അല്ലെങ്കിൽ വെതർപ്രൂഫ് ഏതെങ്കിലും ഒരു സിലിക്കോണാണ് അടിക്കുന്നത്. പക്ഷെ അതല്ല അടിക്കേണ്ടത്, അക്വേറിയത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലിക്കോൺ തന്നെയുണ്ട് അടിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സിലിക്കോൺ ആണ് ഇത്. നമ്മൾ ബോസിന്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ പല ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഏത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GP ഇത്രയാണ് നമുക്ക് സിലിക്കോണിൽ അവൈലബിൾ ആയിട്ടുള്ള പല വേരിയന്റുകൾ. ഇതിലും പല കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേരിയന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ എന്താ പറയുക, ഗ്ലാസും അലുമിനിയം ഒട്ടിക്കുക, അല്ലെങ്കിൽ ഗ്ലാസും വുഡ് ഒട്ടിക്കുക, അങ്ങനെയൊക്കെ പല പല സിലിക്കോൺസും അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയുള്ള നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞ ഒരാൾക്കോ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏതാണ് എക്സ്റ്റീരിയർ യൂസ് ചെയ്യേണ്ടത്, ഏതാണ് ഇന്റീരിയർ യൂസ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, സിലിക്കോൺ ഗണ്ണ്. ഇത് ആക്ച്വലി ഈ ഒരു ഗണ്ണെന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ അടിക്കുന്ന ഗണ്ണാണ് ഇത്. കാരണം
ഇവിടെയാണ് നമ്മുടെ സിലിക്കോണിന്റെ ഈ ഒരു ട്യൂബ് വരുന്നത്. അതേപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഴ്സിനൊക്കെ സ്റ്റഡൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ട്യൂബിൽ നമുക്ക് കെമിക്കൽ വരും. ആ കെമിക്കലിന് അതിനൊരു ലിക്വിഡും കൂടി ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുന്ന ഒരു ട്യൂബാണിത്. അപ്പൊ ആക്ച്വലി ഇത് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സിലിക്കോൺ ഗണ്ണുകൾ എന്ന് പറയുന്നത് എന്താ പറയാ 150 രൂപ 200 രൂപ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് മിനിമം 1200 1500 അതിലൊക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. ഇതിന്റെ ഒരു സ്മൂത്ത്നെസ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സിലിക്കോൺ അടിക്കേണ്ട ഗ്ലാസ് ടു ഗ്ലാസ് ഇത്ര ഗ്യാപ്പ് വിട്ട് അടിക്കണം, ഇത്ര രീതിയിൽ അതിനകത്തേക്ക് പ്രസ് ചെയ്ത് ഇറങ്ങണം, അങ്ങനെയൊക്കെ സിലിക്കോൺ ഇറങ്ങണം. പക്ഷെ ഈ അടിക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് കൂടി ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾ സിലിക്കോൺ അടിക്കുന്ന സമയത്ത് നോർമൽ കണ്ണ് വെച്ച് അടിക്കാം, തീർച്ചയായിട്ടും അടിക്കാൻ പറ്റില്ല എന്നല്ല, കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും ഇതുപോലെയുള്ള സിലിക്കോൺ ഗണ്ണുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇത് വളരെ സ്മൂത്ത് ആയി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ സിലിക്കോണൊക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഈ സ്റ്റീലിന്റെ ഒക്കെ 354 നമ്മൾ ഭിത്തിയിലൊക്കെ വരുന്നത് ഇതിന്റെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ജെല്ലായിട്ട് തന്നെയാണ്, പക്ഷെ കുറച്ച് ടൈറ്റ് ആയിരിക്കും നമ്മൾ അടിക്കുന്ന സമയത്ത്. നോർമൽ ഗണ്ണിലൊക്കെ അടിക്കുമ്പോൾ നമുക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ഗണ്ണിലാണെങ്കിൽ നമുക്കിത് വളരെ സ്മൂത്ത് ആയിട്ട് അതായത് 2 വിരൽ വെച്ച് വേണേൽ തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഈ ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്മൂത്ത്നെസ് എവിടെ കിട്ടും, നമ്മുടെ ഫ്രെയിമുകൾക്കും കിട്ടും, ഗ്ലാസിന്റെ ജോയിന്റിലും കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും ഫാബ്രിക്കേറ്റേഴ്സിനൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ഗണ്ണ് യൂസ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാൽ പോലും നമ്മൾ മറ്റുള്ള ഗണ്ണുകൾ മേടിക്കുന്നതിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതേക്കാൾ കൂടുതൽ നമുക്ക് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൈക്ക് പെയിനോ കാര്യങ്ങളോ ഉണ്ടാകും. നമുക്ക് ഒരുപാട് ഏരിയയൊക്കെ പുറകോളൊക്കെ അടിക്കുന്ന സമയത്ത് ഒരുപാട് ഏരിയ അടിച്ചാൽ തീർച്ചയായിട്ടും മടുത്തു പോകും. അങ്ങനെ മടുത്തു പോകുന്ന സമയത്താണ് ചിലപ്പോൾ നമ്മൾ അങ്ങ് അടിച്ചങ്ങ് വിടും, ചിലപ്പോൾ അവിടെ ആയിരിക്കും ലീക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഗണ്ണൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് അടിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് സിലിക്കോൺ ഉപയോഗിക്കണം, അത് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഏതൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇനി ലീക്ക് വന്നെന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.